Hey, hello, namaskaram. Welcome back to our channel, Let's Chats. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രൊട്ടസ്റ്റ് ഇൻ ദ ഏജ് ഓഫ് സോഷ്യൽ മീഡിയ, ഹൗ വാസ് ദ മാർച്ച് ഫോർ അവർ ലൈഫ് മൂവ്മെൻറ്റ് ഷേപ്ഡ് ബൈ സോഷ്യൽ മീഡിയ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ എങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാം എന്നുള്ളത് ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു കാര്യമായിട്ടാണ് ദ മാർച്ച് ഫോർ അവർ ലൈഫ് മൂവ്മെൻറ്റ് എന്നുള്ളത് മൂവ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അതെന്താണ്, അതെങ്ങനെയാണ് സക്സസ്ഫുൾ ആയത് എന്നൊക്കെ നമുക്ക് നമ്മുടെ ചാപ്റ്റർ നോക്കുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് പോവാം. അപ്പോൾ എന്താണ് നമ്മുടെ മാർച്ച് ഫോർ അവർ ലൈഫ് മൂവ്മെൻറ്റ്? എന്താണ് ആ മൂവ്മെൻറ്റ്? ഇത് ആക്ച്വലി നമ്മുടെ ചാപ്റ്റർ തൊട്ടപ്പുറത്തെ പേജാണ്. ഇത് നമ്മൾ എന്താണ് ആ സംഭവം എന്ന് അറിഞ്ഞാലാണ് നമ്മളെ ചാപ്റ്ററിലോട്ട് പോയിട്ട് വലിയ കാര്യമുള്ളൂ. ഫൗണ്ടഡ് ഇൻ 2018, മാർച്ച് ഫോർ അവർ ലൈഫ് മൂവ്മെൻറ്റ് എൻവിഷൻസ് എ വേൾഡ് ഫ്രീ ഓഫ് ഗൺ വയലൻസ്. അപ്പോൾ ഒരു ടേം ഓർത്ത് വെക്കണേ, മാർച്ച് ഫോർ അവർ ലൈഫ് മൂവ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് എ വേൾഡ് എന്താ പറയുക, ഒരു മൂവ്മെൻ്റ് ആണ്. എന്തിനാണ്? എൻവിഷൻസ് എ വേൾഡ് ഫ്രീ ഓഫ് ഗൺ വയലൻസ്. തോക്ക് കൊണ്ടുള്ള വയലൻസിന് എതിരായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിരുന്നു മാർച്ച് ഫോർ അവർ ലൈഫ് മൂവ്മെൻറ്റ് എന്നുള്ളത്. The movement geared up as a demonstration on the streets of Washington DC supporting gun control legislation. അപ്പോൾ അത് വാഷിങ്ടൺ ഡി സിയിലാണ് വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഗൺ കൺട്രോൾ ലെജിസ്ലേഷൻ. അതായത് ഗണ്ണ് യൂസ് ചെയ്യുന്നതിന് കൺട്രോൾ വേണം, എല്ലാവർക്കും ആവശ്യക്കാർക്കൊക്കെയും ഗണ്ണ് യൂസ് ചെയ്യാനുള്ള ലൈസൻസ് കിട്ടുന്ന തരത്തിൽ ലിബറൽ ആവരുത് എന്നുള്ള രീതിക്കുള്ള കുറേ മൂവ്മെൻറ്റ്സും കാര്യങ്ങളും ആക്ഷൻസും ഒക്കെയാണ് അതുണ്ടായിരുന്നത്. The immediate cause for this organization was the Parkland High School shooting that took place on February 14, 2018. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് എങ്ങനെ പൊട്ടിമുളച്ച് വന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2018 പാർക്ക്ലാൻഡ് ഹൈസ്കൂൾ ഒരു സ്കൂളാണ്, അവിടെ വെച്ചിട്ട് എന്താ പറയുക ഒരു വലിയൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയുണ്ടായി. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിക്കോളാസ് ക്രെസ്, എ ഫോമർ സ്റ്റുഡൻറ്റ് ഓഫ് ദ സ്കൂൾ, ഓപ്പൺഡ് ഫയർ ഓൺ ദ സ്റ്റുഡൻസ് ആൻഡ് സ്റ്റാഫ് ഓഫ് ദ സ്കൂൾ, കില്ലിംഗ് 20 പീപ്പിൾ. ആ സ്കൂളിൽ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റുഡൻറ്റ് അവിടെ വന്നിട്ട് എല്ലാവരെയും കുറേ പേരെ ഷൂട്ട് ചെയ്തിട്ട് ഒരു 20ഓളം ആളുകൾ അവിടെ വെച്ച് കൊല്ലപ്പെടുക ഉണ്ടായി. Never Again MSD, an advocacy group started by the victims and witnesses of Parkland High School shooting, called for a demonstration. അപ്പോൾ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിൽ നെവർ അഗെയിൻ MSD എന്നുള്ള പേരിൽ ഒരു അഡ്വക്കസി ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും എന്നിട്ട് ഇത്തരത്തിൽ ആ ഒരു എന്താ പറയുക അതിന് ഇരകളായ ഒരു എന്താ പറയുക ആ ഒരു ഷൂട്ടിങ്ങിൽ കൊല്ലപ്പെട്ടിട്ടുള്ള അതേപോലെ തന്നെ അതിൻ്റെ ഭവിഷ്യത്തുകൾ സഹിക്കേണ്ടി വന്നിട്ടുള്ള ആളുകളെയൊക്കെയും ചേർത്തുകൊണ്ട് അത്തരത്തിലൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് തുടങ്ങിയത്. Most of the federal states in the USA have very liberal arms laws that allow citizens to keep guns. USA നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് തോക്ക് സൂക്ഷിക്കാമെന്ന് പറഞ്ഞ് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദ സിറ്റുവേഷൻ ഇസ് റാഡിക്കലി ഡിഫറെൻറ്റ് ഇൻ ഇന്ത്യ, വേർ സിറ്റിസൺസ് ആർ നോട്ട് ജനറലി അലൗഡ് ടു കീപ് ഗൺസ് ആൻഡ് അതർ ലീത്തൽ വെപ്പൺസ്. പക്ഷേ അതേസമയം നമുക്ക് ഇന്ത്യയിൽ അതിന് ഒരുപാട് കടമകളുണ്ട്. നമുക്ക് പെട്ടെന്ന് പോയി കഴിഞ്ഞാലൊന്നും അത്തരത്തിലുള്ള ആയുധങ്ങൾ കയ്യിൽ വെക്കാനും തോക്ക് പോലത്തെ സംഭവങ്ങളൊന്നും കയ്യിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഒന്നും നമുക്ക് കിട്ടില്ല. വി ഹാവ് വേരിയസ് സ്റ്റൈഗ്നന്റ് ലോസ് ദാറ്റ് കൺട്രോൾ ദി യൂസ് ഓഫ് ഗൺസ് ബൈ ഇൻഡിവിജ്വൽസ്. അപ്പോൾ നമുക്ക് അതിന് ഒരുപാട് കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് ലോസ് ഉണ്ട്. ദർ ഇസ് എ ഗ്രോയിങ് റിസെൻറ്റ്മെന്റ് അഗൈൻസ്റ്റ് സച്ച് ലിബറൽ ലോസ് on arms in the USA, as it often causes shootouts and killings, even on account of personal disputes or mental aberrations of the gun owners. അപ്പോൾ ഇത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും തോക്ക് കൈവശം വെക്കാമെന്നുള്ള രീതിക്കുള്ള വളരെ എന്താ പറയുക ലിബറൽ ആയിട്ടുള്ള ലോ ഉള്ളിടത്തോളം കാലം അവിടെ എന്ത് സംഭവിക്കണം, നമ്മുടെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും പേഴ്സണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾക്കും അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴൊക്കെ ഇവർ എന്ത് ചെയ്യും, തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ വെടിവെച്ച് കൊല്ലുന്ന രീതിക്ക് വളരെ എന്താ പറയുക ലാഘവത്തോട് കൂടിയിട്ട് ഒരു തോക്ക് ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലുക എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങളൊക്കെ മാറുന്ന ഒരു സിറ്റുവേഷൻ വരികയുണ്ടായി. Yet there hasn't been any effective curb or ban on private ownership of guns in USA, largely owing to the resistance of the powerful arms manufacturing lobbyists and the politicians who support them. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതേ സപ്പോർട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ആംസ് ഉണ്ടാക്കുന്ന എന്താ പറയുക കമ്പനികൾ അതേപോലത്തെ പൊളിറ്റീഷ്യൻസൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാനുണ്ടാകും. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരുന്നത് പലപ്പോഴും കോമൺ പീപ്പിളാണ് എന്നുള്ള ഈ ഒരു ആക്ച്വലി ഒരു ഇൻസിഡൻറ്റിൻ്റെ കാര്യം തന്നെയാണ്. ആ ഒരു പാർക്ക്ലാൻഡ് ഹൈസ്കൂളിൽ നടന്നിട്ടുള്ള ഒരു ഇത്രയും 20ഓളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് തന്നെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്താണ് ജസ്റ്റ് ആ മാർച്ച് ഫോർ അവർ ലൈഫ് മൂവ്മെൻറ്റ് എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി നമ്മുടെ ഒറിജിനൽ ടെക്സ്റ്റിലോട്ട് പോകാൻ കേട്ടോ. After the horrific shooting of 17 people, many of whom were students at Majority Stoneman Douglas High School in Parkland, Florida on February 14, 2018,
ഇതിൽ ആ ഒരു മെജോറിറ്റി സ്റ്റോൾമെന്റ് ഡൗഗ്ലാസ് ആണ് കേട്ടോ. MSD എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹാഷ്ടാഗിൽ കുറച്ച് ഇൻട്രൊഡക്ഷൻ കാണില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. High school in Parkland, Florida on February 14, 2018. Fellow students of the victims along with an estimated 8 lakh other people came together in Washington DC as well as in more than 830 places worldwide for the March for Our Lives protest on 24th March 2018. അപ്പോൾ ആ ഒരു February 14 നടന്നിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം അത് അഫക്റ്റ് ചെയ്തിട്ടുള്ള, അതേപോലെ തന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ള ഒരു 8 ലക്ഷത്തോളം ആളുകളെ, ഒരു 830ഓളം സ്ഥലം, പല ലോകത്തുടനീളമായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയും ഇത്തരത്തിൽ എന്ത് ചെയ്തു, ഒരു സോഷ്യൽ മീഡിയ വഴി ഒത്തുചേർന്നുകൊണ്ട് ഒരു 24 തീയതി മാർച്ചൊക്കെ ആയപ്പോഴേക്കും അവർ മാർച്ച് ഫോർ അവർ ലൈഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞ പ്രൊട്ടസ്റ്റ് അവർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ദ റോൾ ഓഫ് സോഷ്യൽ മീഡിയ in this movement cannot be understated in both the mobilization and global reach of the March for Our Lives. അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിൽ അത്രയും സോഷ്യൽ മീഡിയയ്ക്ക് ഇത്തരത്തിലൊരു മൂവ്മെൻറ്റിൽ വഹിച്ചിട്ടുള്ള ഒരു പങ്കെന്ന് പറയുന്നത് ഒട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ്. ഇറ്റ് നൗ ഹാസ് 448,000 ഫോളോവേഴ്സ് ഓൺ ട്വിറ്റർ അലോൺ. സോ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് സോഷ്യൽ മീഡിയ പ്രൊവൈഡഡ് ദ മൂവ്മെൻറ്റ് വിത്ത് എ ഹ്യൂജ് പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഇറ്റ് വാസ് ഏബിൾ ടു മൊബിലൈസ് എ പ്രൊട്ടസ്റ്റ് വിത്ത് മാസ് സപ്പോർട്ട്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും 4 ലക്ഷത്തിലുപരി 4 ലക്ഷത്തിൻ്റെ അടുത്ത് ഫോളോവേഴ്സ് നമുക്ക് ട്വിറ്ററിനകത്ത് അതിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, നമുക്ക് അത്തരത്തിലൊരു മൂവ്മെൻറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റിസ് ഉള്ള അല്ലെങ്കിൽ ജസ്റ്റിസിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയെ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ കൂടെ നമുക്ക് മാസ്സായിട്ടുള്ള സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള രീതിയിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് ആളുകളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നാണ് അവർ പറയണത്. ഇനി നെറ്റ്വർക്ക് മൂവ്മെൻറ്റ് എന്നുള്ള രീതിക്ക് എങ്ങനെയാണ് അത് വന്നത്? When looking at the ways in which social media helped to shape the March for Our Lives movement, we can view this movement as a network movement. ഇതിനെ നമുക്കൊരു നെറ്റ്വർക്ക് മൂവ്മെൻ്റ് ആയിട്ട് കാണാം. ആസ് സോഷ്യൽ മീഡിയ allowed this movement to be viewed on a global platform. കാരണം എന്താ, ഇത് ഒരു മൂവ്മെൻ്റ് ആയിട്ട് ഗ്ലോബൽ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയത് എന്തിൽ കൂടെയാണ്? സോഷ്യൽ മീഡിയ വഴി. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. Through providing survivors of the Parkland shooting a platform on which they could share their experience and views on gun control, social media allowed survivors such as Emma Gonzalez to connect with other victims of gun violence. അപ്പോൾ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ്, അതായത് ആ ഒരു വെടിവെപ്പിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഫേസ് ചെയ്തിട്ടുള്ള ആളുകളോട് അവർക്ക് എങ്ങനെയാണ് ഫീൽ ആയത്, അപ്പോഴത്തെ ആ ഒരു സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു, അവരുടെ എക്സ്പീരിയൻസ് എന്തൊക്കെയായിരുന്നു, അതൊക്കെ ഷെയർ ചെയ്യാനും മറ്റുള്ള വേറെ പല ഇൻസിഡൻറ്റുകളിലും ഉണ്ടായിട്ടുള്ള സർവൈവേഴ്സ് അതിനെയൊക്കെ അതിജീവിച്ച് വന്നിട്ടുള്ള ആളുകൾക്കൊക്കെയും അവരുടെ എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യാനൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോം കൊടുത്തുകൊണ്ട് ഗൺ വയലൻസിനെ കുറിച്ച് ഒരു അവബോധം ആളുകളിലേക്ക് എത്തിക്കുകയായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. Furthermore, social media also made those who had not experienced it aware of what the survivors were going through, thus allowing the movement to gain support as social media enabled people to have a much better understanding of the Parkland shooting itself as well as a motivation behind the movement. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടായതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും അറിയാത്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയിക്കാനും അതിൻ്റെ ഇരകളായിട്ടുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണ് അത് സഫർ ചെയ്തതെന്നുള്ള അവരുടെ അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനൊക്കെയും ഈ പറഞ്ഞൊരു നെറ്റ്വർക്ക് മൂവ്മെൻറ്റിൽ കൂടെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ക്യാൻ ബി സീൻ ടു ഹാവ് ഗിവൺ ദ മൂവ്മെൻറ്റ് എ സെൻസ് ഓഫ് കളക്റ്റീവ് ഐഡൻറ്റിറ്റി ആസ് ദോസ് ബിഹൈൻഡ് ദ മാർച്ച് ഓഫ് അവർ ലൈഫ്സ് വർ ഏബിൾ ടു ജോയിൻ ആൻഡ് സ്പീക്ക് വിത്ത് വൺ കളക്റ്റീവ് വോയിസ്, ദസ് ഗിവിംഗ് ദ മൂവ്മെൻറ്റ് എ ഗ്രേറ്റർ ഇമ്പാക്ട് ആസ് ആക്ടിവിസ്റ്റ് വർ ഏബിൾ ടു യൂസ് വൺ പ്ലാറ്റ്ഫോം ടു മൊബിലൈസ് സപ്പോർട്ട് മച്ച് മോർ സക്സസ്ഫുള്ളി. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ആക്ടിവിസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? വളരെ സക്സസ്ഫുൾ ആയിട്ട് മാക്സിമം സപ്പോർട്ട് ഗെയിൻ ചെയ്തെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കളക്റ്റീവ് വോയിസ് ആണ്. 1, 2, 10, 100 ആളുകളുടെ വോയിസ് അല്ല, ലക്ഷക്കണക്കിന് ആളുകൾക്ക് അല്ലെങ്കിൽ 10,000കണക്കിന് ആളുകൾക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും മറ്റുള്ള ഒരു ലക്ഷക്കണക്കിന് ആളുകൾക്ക് അത് കേൾക്കാനും അത് വെച്ച് നമ്മുടെ എക്സ്പീരിയൻസ് തിരിച്ച് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം സ്യൂട്ടബിൾ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദ യൂസ് ഓഫ് സോഷ്യൽ മീഡിയ ആൻഡ് ഗാദറിംഗ് സപ്പോർട്ട് ഫോർ മൂവ്മെൻറ്റ്സ് സച്ച് ആസ് ദി മാർച്ച് ഫോർ അവർ ലൈഫ്സ് വാസ് എക്സ്ട്രീംലി സക്സസ്ഫുൾ. വളരെ സക്സസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. ആസ് എ ലാർജ് പ്ലാറ്റ്ഫോം ദാറ്റ് സോഷ്യൽ മീഡിയ പ്രൊവൈഡ്സ് അലൗസ് പീപ്പിൾ ഹൂ വുഡ് ഹാവ് അതർവൈസ് been disengaged with the causes such as gun control to engage with the issue. അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ ആയതുകൊണ്ടാണ് ഇത്രയും ജനപങ്കാളിത്തം വന്നിട്ടുള്ളത്. അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആരും എൻഗേജ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ആർക്കും അതിനെക്കുറിച്ച് അറിയാൻ വലിയ താല്പര്യമൊന്നും ഇല്ലാതിരുന്ന ഒരു വിഷയമായിരുന്നിട്ട് കൂടി ഇതൊരു നെറ്റ്വർക്ക് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതത് ഗ്ലോബലി എല്ലാവരിലേക്കും എത്തിക്കാൻ പറ്റുന്ന ഒരു മാധ്യമം യൂസ് ചെയ്തതുകൊണ്ട് തന്നെ അത്രയും ജനപങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്.
This then further helps movements both online, as studies have shown a positive relationship between the frequency of social media use and protest behavior and offline. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, ഈ ഒരു പ്രൊട്ടസ്റ്റ് പുറത്ത് വന്നതോട് കൂടിയിട്ട് തന്നെ ആ ഒരു നമുക്കൊരു ഓൺലൈനായിട്ട് ഒരുപാട് സ്റ്റഡീസ് നമുക്ക് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഓൺലൈനായിട്ടും അതേപോലെ തന്നെ സ്റ്റഡീസ് ആയിട്ടൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രൊട്ടസ്റ്റ് ബിഹേവിയറിനെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ആസ് പ്ലാറ്റ്ഫോം ടു ഓർഗനൈസ് പ്രൊട്ടസ്റ്റ് ഓർഗനൈസ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ്. A strong case can be made that without social media, this movement and protest could not have engaged with as many people as it did. Not least since the survivors of the Parkland shooting were between 17 and 18 years old at the time of the shooting, and therefore fellow Twitter users of similar ages were able to better identify with those impacted by the Parkland shooting. അപ്പോൾ ഇത്തരത്തിലൊരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയത് കൊണ്ടാണ് ഇത്രയും ആളുകൾക്ക് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചത്. മാത്രമല്ല അതിന് ഇരകളായിട്ടുള്ള ആളുകൾ സ്കൂൾ കുട്ടികളാണ്, അധികം ഒരു 17-18 വയസ്സുള്ള കുട്ടികളാണ്. അപ്പോൾ ആ കുട്ടികൾക്ക് പോലും മേ ബി അത് കണ്ടു നിന്ന ആളുകൾക്ക് പോലും ചിലപ്പോൾ അതൊരു ഓഫ്ലൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈനായിട്ട് അല്ലാതെ നടത്തിയ പ്രൊട്ടസ്റ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പങ്കെടുക്കാൻ സാധിക്കില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ഓൺലൈനായിട്ട് എല്ലാവരിലേക്കും ഗ്ലോബലി എത്തിക്കാൻ പറ്റുന്ന കാര്യമായതുകൊണ്ട് തന്നെ ആ ഏജ് ഗ്രൂപ്പിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ ആളുകൾക്കും അവരുടെ വികാരം അതേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. This same argument can be made in the case of other Twitter users who either are the survivors of gun violence or know somebody that has been impacted. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നെങ്കിൽ അത്തരത്തിൽ ഗൺ വയലൻസിന് ഇരയായിട്ടുള്ള ആളുകൾ, അതിനെ തരണം ചെയ്ത് വന്നിട്ടുള്ള ആളുകളാവാം, അല്ലെങ്കിൽ അതിനെ എന്താ പറയുക ബാധിച്ചിട്ടുള്ള ആളുകളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകൾ. ഇതൊക്കെയും കണ്ടുപരിചയമുള്ള ആളുകൾക്കൊക്കെയും ഈ ഒരു കാര്യത്തിൽ ഇടപെടാനുള്ള സ്പേസ് നമുക്ക് കൊടുക്കാൻ പറ്റി. സോഷ്യൽ മീഡിയ ക്യാൻ സീമിംഗ്ലി പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഇൻ വിച്ച് പീപ്പിൾ ക്യാൻ കണക്ട് ഓവർ ദെയർ എക്സ്പീരിയൻസ്. അപ്പോൾ ആളുകൾക്ക് പരസ്പരം അവരുടെ എക്സ്പീരിയൻസുകളെ കണക്ട് ചെയ്യാനും ദിസ് ക്യാൻ ക്ലിയർലി ബി സീൻ ഓൺ ട്വിറ്റർ വേർ യൂസേഴ്സ് യൂസ് ദ ഹാഷ്ടാഗ് MSD strong as a way to show support to the enter into the discussion with others interested in the March for Our Life cause. അപ്പോൾ അതിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഈ ഒരു ഹാഷ്ടാഗ് യൂസ് ചെയ്തുകൊണ്ട് പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കൂടുതൽ അതിനകത്ത് ആരൊക്കെയാണ് അത് ഇൻവോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Overall, social media have had a paramount role in shaping the March for Our Lives movement, as it aided both the mobilization and organization of the movement, as well as providing the movement with the platform in which it could engage with a mass audience of all demographics, ensuring that the movement was able to gain mass support and thus allowed the March for Our Lives movement to have a significant impact. അതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് വന്ന സംഭവം വലിയൊരു റോള് ഇതിനെ ആ ഒരു രീതിക്ക് ഷേപ്പ് ചെയ്തെടുക്കുന്നതിന് വലിയൊരു റോൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാവരെയും അതിലോട്ട് എൻഗേജ് ചെയ്യിക്കാനും അവരുടെ എക്സ്പീരിയൻസുകൾ പറയാൻ എൻകറേജ് ചെയ്യിക്കാൻ, അത് സ്ഥലകാല പരിമിതികളില്ലാതെ ഏത് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആളുകൾക്കും അതിൽ ഇടപെടാൻ പറ്റുന്ന തരത്തിൽ അവരത് മാറ്റിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അതുകൊണ്ട് തന്നെ മാസ് സപ്പോർട്ടാണ് അവർക്ക് അവിടെ നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് സോഷ്യൽ മീഡിയയ്ക്ക് എത്രത്തോളം സിഗ്നിഫിക്കൻ്റ്ലി ഒരു പ്രൊട്ടസ്റ്റ് മാസീവ് പ്രൊട്ടസ്റ്റിനകത്ത് ഇമ്പാക്റ്റ് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ.